അപ്പൊ എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതുശ്ശേരി ഗാർഡൻസിൽ വന്നിട്ടുള്ള പുതിയ ഫ്ലവേഴ്സ് ഏതൊക്കെയാന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പൊ നിലവിൽ നമുക്ക് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന ഏകദേശം ഒരേപോലത്തെ കളേഴ്സ് ഒക്കെ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഒരുപാട് പേരുടെ പ്ലാന്റ്സുകൾ വീട്ടിലൊക്കെ വെക്കേഷനൊക്കെ ആയിട്ടും ഒക്കെ ടൂറും കാര്യങ്ങളൊക്കെ ആയിട്ട് പോയവരൊക്കെ ഉണ്ടെങ്കിൽ പ്ലാന്റ്സുകൾ നോക്കാതെയും ഒക്കെ അവർക്ക് നശിച്ചു പോയിട്ടുണ്ട്. അപ്പം എന്താ പറയാനുള്ള അവരുടെ തന്നെ പ്രശ്നം കൊണ്ടാണ് നശിച്ചു പോയിട്ടുള്ളത് കേട്ടോ. നമ്മളതിപ്പോ ഏത് ശരിയാണെങ്കിലും അങ്ങനെ തന്നെയാണല്ലോ. നോക്കാൻ പിന്നെ ആരും ഇല്ലാതെ എടുക്കാൻ സുഖമില്ലാതായി പോയിട്ടൊക്കെ ഒരുപാട് പേര് അങ്ങനെ പോയിട്ടുണ്ട്. അപ്പൊ അവർക്കൊക്കെ എന്തായാലും വീണ്ടും ആ പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യാൻ ആഗ്രഹം കാണും. ഇനിയിപ്പം നിലവിൽ ഉള്ളവർ പോലും കളക്ട് ചെയ്യുന്നവരുണ്ട്. അപ്പൊ എന്തായാലും പുതിയ കളക്ഷൻസിൽ നമുക്ക് ഏകദേശം നോക്കാം. എപ്പോഴും കാണുന്നതിനകത്ത് തന്നെ ഏറ്റവും വെറൈറ്റി ആയിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഇപ്പം ഭയങ്കര ഡിമാൻഡായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഇതാണ് കേട്ടോ. നല്ല ചില സമയത്ത് പിന്നെ ഇത് കിട്ടൂല, അതാണ് പ്രശ്നം. ഇപ്പൊ നമുക്ക് ഏതാണോ ഉള്ളത് അത് അപ്പം എടുത്തില്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് സ്റ്റോക്കിൽ ചിലപ്പോൾ കുറെ കഴിയപ്പോൾ അതങ്ങ് ഔട്ടായി പോയിട്ട് പിന്നെ വേറെ ആയിരിക്കും എപ്പോഴും കിട്ടുന്നത്. അപ്പം ഇപ്പൊ ഉള്ള സമയത്ത് അത് എടുക്കുക കേട്ടോ. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാത്രം തുടർന്ന് വീഡിയോസ് കാണുക. ഒപ്പം തന്നെ വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാൻ ആരും മറക്കരുത്. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തേക്കാം. യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വാട്സപ്പ് നമ്പർ സേവ് ചെയ്തിടുക, മെസ്സേജ് ചെയ്യുക കേട്ടോ. സ്ക്രീൻഷോട്ട് എടുത്തിട്ട് തരിക. വാട്സപ്പ് ചാനൽ ഫോളോ ചെയ്യാൻ ആരും മറക്കരുതേ. അതിൽ കൂടെയാണ് വിലയും കാര്യങ്ങളൊക്കെ പറയുന്നത്. അപ്പൊ ഈ ഒരു പ്ലാന്റ് ഉണ്ട്. ഉണ്ടല്ലോ ഇതെല്ലാം നല്ല ഭംഗിയില്ലേ? ഈ ഒരു കളറുണ്ട്. കുഞ്ഞു പൂവായിട്ടാ, നല്ല രസമുണ്ട്. ഞാൻ ഇങ്ങനെ കാണിച്ചു പോകുന്നതിന് സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം ആവശ്യമുള്ളതേ. ഇതൊക്കെ നല്ല ഒരു ടൈമിൽ ഒരുപാട് പേര് ചോദിച്ചു പിന്നെ കിട്ടാതായിട്ടുള്ള ടൈപ്പ് പ്ലാന്റ് ആണ് ഇതൊക്കെ കേട്ടോ. ഫ്ലവേഴ്സ് ആയിട്ടോ. യെല്ലോയ്ക്കകത്ത് ലൈൻ വരുന്നതൊക്കെ. മനസ്സിനൊരു സന്തോഷവും കൂടെ ഈ ചെടികളെന്ന് പറയുന്നത്. ഞാനിങ്ങനെ ടൂറിന് മൂന്നാറൊക്കെ പോയപ്പോഴേ ഫുള്ള് ബ്ലോക്ക് ആയിരുന്നു. അപ്പൊ നമ്മള് അതിന്റെ ഇടയ്ക്ക് ഓരോ സ്ഥലത്ത് ഇറങ്ങപ്പോഴും ഫുള്ള് ആളുകളും ബഹളവും. അപ്പൊ നമുക്കൊരു സന്തോഷം തോന്നില്ല. കാരണം ഇപ്പൊ യൂട്യൂബിൽ എല്ലാവരും റീൽസ് ഇട്ടിട്ട് സ്ഥലങ്ങൾ പറയാതെ റീൽസ് ഇടുന്നതാണ് ഏറ്റവും നല്ലതെന്ന് തോന്നുന്നു. അല്ലാത്ത പക്ഷം ഒരുപാട് പേര് യൂട്യൂബേഴ്സ് ഇങ്ങനെ പോയിട്ട് റീൽസുകളൊക്കെ ഇട്ടിട്ടിട്ട് ഓരോ സ്ഥലത്തും ആളുകൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുക. അപ്പൊ ഞാനിങ്ങനെ മൂന്നാറിലൊരു ഗാർഡനിൽ കയറിയപ്പോഴാണ് സമാധാനം വന്നത്. എന്ന് വെച്ചാൽ നമ്മള് ആ ചെടികൾ അപ്പം ആളുകൾ കാണാൻ വരുന്ന തേയിലത്തോട്ടവും ശരിക്കും പറഞ്ഞാൽ ആ മൂന്നാറിൽ വേറെ സ്ഥലങ്ങൾ ഒരുപാട് കാണും കേട്ടോ. ഞാൻ എക്സ്പ്ലോർ ചെയ്ത കാര്യങ്ങളെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ എനിക്ക് വന്ന് മനസ്സിലാക്കാൻ പറ്റിയൊരു കാര്യം വെച്ചാൽ ഗാർഡനിൽ എത്തിയപ്പോൾ ഭയങ്കര ഒരു സന്തോഷമായിരുന്നേ. അപ്പൊ ആളുകളെല്ലാം ഈ ഗാർഡൻ കാണാനും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം വാപ്പ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ ടൂറൊക്കെ പോകുന്നത് നമ്മളെ ഈ ഗാർഡനിൽ കൂടെ തന്നെ ഒന്ന് കറങ്ങി നോക്ക്, എല്ലായിടത്തും എത്തി. കാരണം അത് തന്നെ ഒരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ചെടികൾ കാണപ്പോ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു വിഷമമൊക്കെ ഇങ്ങനെ, നമുക്ക് എല്ലാവർക്കും അങ്ങനെയല്ല, എന്തെങ്കിലുമൊക്കെ ടെൻഷൻ ഇങ്ങനെ വരുമ്പം പ്രാർത്ഥനയും നമ്മളൊപ്പം ഈ ചെടികൾ നോക്കുമ്പോൾ നമ്മളെല്ലാം അങ്ങ് മറക്കും. അത്രയും ഒരു ഇതായിട്ടുള്ളതാണ്. അപ്പൊ എന്തായാലും എല്ലാവരും സുഖമായിട്ട്. അപ്പൊ ഞാൻ പറഞ്ഞതാണ്, മൂന്നാർ പോയിട്ട് ഗാർഡൻ കണ്ടപ്പോൾ ഒരു വല്ലാത്തൊരു സന്തോഷമായിരുന്നേ. അപ്പൊ വാപ്പ ഇങ്ങനെ പറയുന്നത് ഗാർഡൻ, എന്നാലും ടൂർ പോകാൻ നമുക്ക് വേറെ സ്ഥലത്ത് തണുപ്പ് എന്നൊക്കെ ഉള്ളത്, തണുപ്പൊക്കെ കിട്ടാൻ നമ്മൾ പോകില്ല. പക്ഷെ നമ്മുടെ നാട്ടിലിപ്പോ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ നല്ല. അപ്പൊ എന്തായാലും ഒരു ഭംഗിയുള്ള ഒരു സംഭവമാണ്. ഗാർഡനിൽ ഒരുക്കി വെച്ചേക്കുന്ന ഫുള്ള് ചെടികളാണ്. അത് നമ്മളവിടെ ഉള്ള ഇംബേഷ്യയൊക്കെയാണ് നിറച്ചൊരു വെച്ചേക്കുന്നത്. അപ്പൊ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് വീഡിയോ ബ്ലോഗ് പോലെ ചെയ്യണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് എനിക്ക് ആസ്വദിക്കാൻ പറ്റൂല. വീഡിയോ നമ്മൾ എടുക്കുന്ന ടൈമിലാണ് നമ്മൾ ഒരു സ്ഥലത്ത് പോയിട്ട് എടുക്കുവാണെങ്കിൽ അത്യാവശ്യം ഒന്ന് 2-3 വീഡിയോസൊക്കെ എടുത്ത് വെച്ചൊരു വീഡിയോ ആക്കുക എന്നുള്ളതല്ലാതെ ചുമ്മാ ജസ്റ്റ് ഒന്ന് ഇടുക എന്നുള്ളതല്ലാതെ എനിക്ക് ഇനിയിപ്പം മാറുമെന്നുള്ള അറിയത്തില്ല. പക്ഷെ
എനിക്ക് ഇഷ്ടമാണ് നിങ്ങൾ ഇതൊക്കെ ഗാർഡനിൽ എത്തിയപ്പോൾ നിങ്ങൾ ഈ ചെടികളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തേക്കുന്ന പരിചയപ്പെടുത്തണം എന്നൊക്കെ നല്ല പ്ലാൻ ഉണ്ടായിരുന്നു. പിള്ളേർ ഒരാൾ അങ്ങോട്ട് ഓടുന്നു, പിന്നെ ഒരാൾ ഇങ്ങോട്ട് ഓടുന്നു. പിന്നെന്ന് വെച്ചാൽ ഈ പറഞ്ഞ കണക്ക് നമുക്ക് പിന്നെ കണ്ണുകൊണ്ട് ആസ്വദിക്കാക്കൂല, ഫുള്ള് ഈ ക്യാമറ കൊണ്ടുള്ള ക്യാമറയിൽ കൂടി ഇങ്ങനെ കാണുന്നത് തന്നെ ആ ഒരു ഇതേ വരുവുള്ളൂ. അപ്പം നമ്മൾ വീഡിയോ എടുക്കപ്പം ശരിക്കും പറഞ്ഞാൽ ആസ്വദിക്കാൻ ഒക്കത്തില്ല. നമ്മൾ ഈ പുറത്തിറങ്ങി അല്ലെങ്കിൽ പിന്നെ വേറൊരാൾ നമ്മളെ കൂടെ വീഡിയോഗ്രാഫർ ഇങ്ങനെ നടക്കണം. അതിപ്പോ അങ്ങനെ വെക്കത്തില്ലല്ലോ. അപ്പൊ എന്തായാലും ഇപ്പൊ വെച്ചിട്ടില്ലല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ ആണെങ്കിൽ വലിയ പ്രശ്നം വരത്തില്ല. അല്ലാത്ത പക്ഷെ എനിക്ക് ഭയങ്കര പ്രയാസമാണ്. എനിക്ക് നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് കാണിച്ച്, നിങ്ങളെല്ലാരും പോയി കണ്ടോര് കാണും, കാണാത്തവരും ഉണ്ട്, എല്ലാത്തിലും ഉണ്ടല്ലോ. ഇപ്പൊ ചിലര് ഒട്ടും സമയമില്ലാതെ കാണാൻ പോലും പോകാൻ പറ്റാത്തവരുണ്ട്, അങ്ങനത്തെ ഉള്ളവരുണ്ട്. ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോൾ പോകാത്ത ഒരുപാട് സ്ഥലങ്ങളില്ലേ, അപ്പം അങ്ങനെയൊക്കെ നമുക്ക് വരും. പക്ഷെ എന്നിരുന്നാലും എൻ്റെ കസ്റ്റമേഴ്സിനെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെയൊക്കെ ഒന്ന് കാണിക്കണമെന്ന് അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് വീഡിയോയിൽ നമ്മളിങ്ങനെ എടുത്തോണ്ടിരിക്കപ്പം പിന്നെ എനിക്ക് തിരിച്ചെത്തപ്പം ആ യാത്ര നമ്മൾ ആസ്വദിച്ചില്ലല്ലോ എന്നുള്ളൊരു തോന്നൽ വരും. പിന്നെ വണ്ടി കയറിയിരുന്ന വീഡിയോ പ്രകൃതി ഭംഗി എടുക്കുവാണെങ്കിൽ കുറച്ചൊക്കെ എടുക്കാനും പറ്റൂ. പിന്നെ ഫോൺ യൂസ് ചെയ്യാൻ പറ്റത്തില്ല, തല ഇറങ്ങുന്ന പോലെയൊക്കെ തോന്നും. അങ്ങനത്തെയൊക്കെ ഒരു പ്രയാസമുണ്ട്. ഇത് നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ. അപ്പം എന്തായാലും പുതുശ്ശേരി ഗാർഡൻസിൽ ഫാം ടൂറിസത്തിൻ്റെ നടന്നുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ എന്തായാലും ഞാൻ എപ്പോഴും പറയുന്നില്ല, എല്ലാം കഴിഞ്ഞതിന് ശേഷം ദൈവം സഹായിച്ച് ഞാൻ ഒരു വീഡിയോ ഒക്കെ ചെയ്തിടും. അപ്പോൾ അതിൽ നിങ്ങൾ ഇങ്ങോട്ടേക്ക് ദൂരെ നിന്നൊക്കെ വരാൻ ഒരുപാട് പേര് താല്പര്യപ്പെട്ടിരിപ്പുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ ഫാം വിസിറ്റ് ചെയ്ത് ഇവിടെ താമസിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ഇങ്ങനെ ആക്കി വരുവാണ്. അപ്പം ജഡായുവിലും പിന്നെ കന്യാകുമാരി പോകുന്നവരും ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഇവിടെ തങ്ങി ഇവിടെയൊക്കെ വിസിറ്റ് ചെയ്ത് നിങ്ങൾക്കൊരു ടൂറിൻ്റെ ഒരു പാക്കേജ് പോലെ തന്നെ ചെയ്ത് നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന രീതിയിലൊക്കെയാണ് നമ്മൾ ചെയ്തു വരുന്നത്. ദൈവം സഹായിച്ച് എത്രയും വേഗം തന്നെ ഓപ്പൺ ആക്കാനും ഒക്കെ പെട്ടെന്ന് തന്നെ ഇതാക്കട്ടെ, ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. എത്രയും ഫാസ്റ്റായിട്ട് തന്നെ നടത്താൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത് നല്ല വെറൈറ്റി കേട്ടോ, നല്ല രസമുണ്ട്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട കസ്റ്റമേഴ്സ് എല്ലാവരും വരണം, നേരിട്ട് നിങ്ങളെ കാണണം. വരുമെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്താ പറയുക, അടുത്തുള്ളവരും ഒക്കെ വരണം. കണ്ടല്ലോ, ഇതൊക്കെ ഉള്ള ഞാൻ പറഞ്ഞില്ല, ഇതാണിപ്പം കൂടുതൽ ഇപ്പം ഇവിടുത്തെ താരം. നല്ല ക്യൂട്ടാട്ടോ, കാണാൻ നല്ല ഭംഗിയുണ്ട്, സൂപ്പറാണ്. ഇതൊക്കെ നല്ല ഡിമാൻഡായിട്ടുള്ള കേട്ടോ, ഇടയ്ക്ക് വരുന്ന റെയറാണ് അതൊക്കെ. കോമ്പാക്റ്റിൻ്റെ തന്നെ നല്ല രസമുണ്ട്. ഇതൊക്കെ ക്യൂസ്റ്റർ നല്ല കുഞ്ഞു ടൈപ്പാണ്, നല്ല സൂപ്പർ കേട്ടോ. അത് ഇതൊക്കെ തന്നെ കളക്ട് ചെയ്യുന്നവരുണ്ട്. ചെറിയ ചെറിയ എന്തൊരു ക്യൂട്ടാണ് ഇത് കാണാൻ. നേരിട്ട് വരുന്നവർക്ക് കൊല്ലം ജില്ലയിൽ നിലമേൽ എന്ന സ്ഥലത്ത് പുതുശ്ശേരി ഗ്രീൻ കൺസെപ്റ്റ് ആണ്. ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും, പുതുശ്ശേരിയിൽ ഗ്രീൻ കൺസെപ്റ്റ്. അപ്പോൾ അതിലേക്ക് വന്നിട്ട് നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ വാങ്ങാൻ പറ്റും. പുതുശ്ശേരി ഗാർഡൻസ് ആണോ എന്ന് നോക്കിയിട്ട് വേണം എല്ലാവരും ദയവായിട്ട് കയറാൻ. ഒരുപാട് പേര് സ്ഥലം മാറി കയറാറുണ്ട്, അതുകൊണ്ട് കേട്ടോ പറഞ്ഞതേ. ഓൺലൈൻ വഴിയുള്ളവർ കൊറിയർ അയച്ചു തരും. പോസ്റ്റ് വഴി നമ്മൾ അയക്കുവാണെങ്കിൽ നിങ്ങളുടെ തന്നെ കസ്റ്റമർ റിസ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അതുവഴി അയച്ചു തരും. ഒരുപാട് പേര് അങ്ങനെ എടുക്കുന്നുണ്ട്. അല്ലാത്തവർക്കെല്ലാം നമ്മൾ DTDC വഴിയാണ് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് ഡെൻഡ്രോബിത്തിന്റെ ഏകദേശം കളക്ഷൻസ് കാണിച്ച് ഇനി നമുക്ക് ഫെല്ലോപ്സിസ് ഒന്ന് ജസ്റ്റ് നോക്കിയാൽ ഏതൊക്കെ കളേഴ്സാണ് ഉള്ളതെന്ന്. ക്യൂട്ടല്ലേ, പുതിയ അടിപൊളി സ്റ്റോക്കിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ. ഇത് വേറെയാണേ, നല്ല ഭംഗിയുണ്ട് ഇതെല്ലാം. ഏകദേശം പ്ലാന്റ് സൈസിങ്ങനെ വരുന്നതല്ല. നല്ല കളേഴ്സ് ആട്ടോ ഇതെല്ലാം. വൈറ്റ് ഉണ്ട്, ഇല്ല മാമ ഇവിടെ ഇല്ല. ആശുപത്രി ഉപയോഗിക്കുന്നു. അപ്പൊ എന്തേ കണ്ടല്ലോ, നല്ല ഭംഗിയില്ലേ, ക്യൂട്ട്. ഈ വൈറ്റും അതിൻ്റെ ഇടയിൽ നോക്കണേ, ഇത് സംഭവം കുരുങ്ങിയിരിക്കുക. എനിക്ക് പിടിച്ചെടുക്കാൻ ഒരു പാട്, ഒരു പ്രയാസം. ഇതെല്ലാം എല്ലാം ഒന്ന് വരുന്നെങ്കിലോ. നോക്കിക്കോളെ, ക്യൂട്ട് കേട്ടോ, എന്തൊരു ഭംഗിയാണ്. നിങ്ങൾ തന്നെ നോക്ക്, നല്ല രസമില്ലേ കാണാന്.
നല്ല ഭംഗിയിൽ ഈ കളേഴ്സ് ഒക്കെ കാണാൻ നല്ല ക്യൂട്ട് ആയിട്ടുണ്ട്. നോക്കിയതൊക്കെ ഒന്നും ജസ്റ്റ് നോക്കിയോണേ എല്ലാരും. പോലാമാ ഏകദേശം ജസ്റ്റ് നോക്കിക്കോണേ കേട്ടോ. റിപ്പീറ്റ് ചെയ്ത് വരുന്നതേ ഉള്ളു. കളക്ഷൻസ് ഒക്കെ ഏകദേശം കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാൻ, സൂപ്പർ. നേരിട്ട് വന്നാലും പർച്ചേസ് ചെയ്യാവുന്നതേ ഉള്ളു. അപ്പം ഇത്രയും കളക്ഷൻസ് ഒക്കെ ഉള്ളത്. ഞാൻ ജസ്റ്റ് വാട്സപ്പ് ചാനലിൽ ഓൾറെഡി ഇതിന്റെ ഫോട്ടോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം ആവശ്യക്കാർ എത്രയും വേഗം തന്നെ ഓർഡർ എടുക്കുക കേട്ടോ. പുതുശ്ശേരി ഗ്രീൻ കൺസെപ്റ്റ് നിന്ന് കണ്ടാൽ നോക്കിയിട്ട് വേണം നിങ്ങൾ കാണാൻ. കണ്ടല്ലോ, MC റോഡിന്റെ സൈഡായിട്ടാണ്. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് കലാലിലേക്ക് ഏകദേശം സ്റ്റോക്ക് കഴിയാറായി. ഇത് കണ്ടോ, ഇത് ആന്തൂറിയം കണ്ടോ, എന്തോ ഒരു ഭംഗി. ഇത് കാണാൻ വലിപ്പമുള്ള ഫ്ലവറാ. എന്തൊരു ആനയുടെ അത്ര ചെവിയുടെ അത്ര ഉള്ളതാണെന്ന് തോന്നുന്നു എനിക്ക്. നമുക്ക് നല്ല ഭംഗിയില്ലേ കാണാന്. ഒരു കൈപ്പത്തിയുടെ അത്ര വലിപ്പം എനിക്ക് തോന്നുന്നതിന്. ഇത് നോക്കിക്കോ കേട്ടാ, ഇത് കലാലില്ലിയാണ്. കുറെ കളേഴ്സൊക്കെ കഴിഞ്ഞു ഓൾറെഡി. കുറച്ച് സ്റ്റോക്ക് കൂടെ ഉള്ളു ഇനി. അപ്പം പെട്ടെന്ന് തന്നെ ആവശ്യക്കാർ മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കുക. ഫെലോപ്സിസിന്റെ ആരും മറക്കരുത്. ഒരുപാട് കളക്ഷൻസ് ഇപ്പോൾ ഉണ്ട് നിലവിൽ. നല്ല ക്യൂട്ടായിട്ടുള്ള കുറേ പ്ലാന്റ്സുകളാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഫ്ലവേഴ്സൊക്കെ നല്ല രസമുണ്ട്. അറിയായിരിക്കുമല്ലോ, അടിപൊളി ഭംഗി എന്ന് വെച്ചാൽ അടിപൊളി ഭംഗി. മാഷാഅല്ലാഹ് അടിപൊളി. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഏതെങ്കിലും ഫ്ലവേഴ്സ് വേണമെന്ന്, നല്ല രസമല്ലേ ഇവർ കൂട്ടത്തോടെ ഇങ്ങനെ ഇരിക്കുന്നതാണ്. ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കുക കേട്ടോ. കണ്ടല്ലോ, അടുക്ക് ബാൽസത്തിന്റെ തൈകൾ ഇവിടെ ഉണ്ട്. 10 മണിയുടെ പ്ലാന്റ്സുകളുണ്ട്. അപ്പോൾ അതും ഇതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞതാണ്. ഹൈബ്രിഡ് ടൈപ്പാണ്, ലോക്കൽ അല്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എത്രയും വേഗം തന്നെ മെസ്സേജ് ചെയ്ത് ഓർഡർ എടുക്കുക കേട്ടോ.